ഹലോ ഗൈസ്, 2 ദിവസമായിട്ട് ആകെ തിരക്ക് പിടിച്ച പരിപാടിയായിരുന്നു. അതാട്ടോ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. സ്കൂൾ തുറക്കുന്നതിൻ്റെ കലാപരിപാടികളായിരുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ ആകെ ഒരു എടുപിടിയും പരിപാടികളും ഒക്കെയാണല്ലോ. നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് അതുപോലത്തെ പരിപാടികളൊക്കെ. കുറച്ച് പരിപാടികളായിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് തിരക്കായിരുന്നു. അപ്പോൾ ഇതല്ല ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാലേ, നമ്മുടെ ചില കസ്റ്റമേഴ്സ് ഉണ്ട്. ചില കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് നേരത്തെയൊക്കെ വിളിച്ച് കേക്ക് ഓർഡർ ചെയ്യും. നമുക്ക് കുറേ സമയമൊക്കെ തരും. നേരത്തെ വിളിച്ച് ഇന്ന ദിവ്യ ഫ്രീ ആണോ, ഈ ദിവസം ഫ്രീ ആണോ, മറ്റേ മറിച്ച് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. പക്ഷേ ചില കേക്കുകൾ നമുക്ക് പെട്ടെന്ന് വരുന്ന ഓർഡറുകളാണ്. പക്ഷേ നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ലാത്ത കുറേ ഓർഡേഴ്സ് ഉണ്ട്. കാരണം നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സാണ്, നമുക്കതിനെ വിടാനും പറ്റില്ല. ഇതെനിക്ക് ഉത്തരാവുന്ന ഓർഡറാണ് കേട്ടോ. അവളുടെ ഓഫീസിൽ വന്നൊരു ഓർഡറാണ്. അപ്പം ഈ കേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഓഫീസിലൊക്കെ വരുന്ന ബർത്ത്ഡേസ് ഒന്നും നമുക്ക് പെട്ടെന്ന് നേരത്തെ ഒന്നും വിളിച്ച് പറയാനൊന്നും നടക്കത്തില്ല. പെട്ടെന്ന് വരുമ്പം പെട്ടെന്ന് വിളിച്ച് ദിവ്യ നാളെ എനിക്ക് രാവിലത്തേക്ക് ഒരു കേക്ക് തരണം പ്ലീസ്, തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നമുക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്, നമുക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അത്രയും പ്രാധാന്യത്തോടെ ചെയ്ത് കൊടുത്തൊരു കേക്കാണ് കേട്ടോ ഇത് ബട്ടർ സ്കോച്ച് കേക്കാണ്. ഇതെൻ്റെ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള കേക്കുകളിൽ ഒരെണ്ണമാണ് കേട്ടോ ബട്ടർ സ്കോച്ച് കേക്ക്. ഇതിനകത്ത് ക്രീമിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല ബട്ടർ സ്കോച്ച് സോസും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ക്രീം തന്നെ എടുത്തേക്കുന്നത്. പിന്നെ ഫില്ലിങ്ങിനും ബട്ടർ സ്കോച്ചിൻ്റെ സോസും പിന്നെ ചിപ്സും പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും ഒക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് ഫില്ല് ചെയ്തിട്ടൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഭയങ്കര യമ്മി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ചെയ്യുക. അതുപോലെ കസ്റ്റമറിൻ്റെ നിന്ന് നല്ല റിവ്യൂവും കേട്ട ഒരു കേക്കാണിത്.